ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ലൊരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് 1 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 20 ചെറിയുള്ളിയാണ് കേട്ടോ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ ഒരല്പം ഗ്രേവി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ സവാള ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പകരം സാധാ മുളക് പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയും കൂടി ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കാം. തക്കാളി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. തക്കാളി ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ കൊഞ്ചിൽ നല്ലപോലെ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നിടം വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ചെമ്മീനിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കൊഞ്ചിനൊരു പ്രത്യേക ടേസ്റ്റാട്ടോ ഉണ്ടാവുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇവിടെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ചെമ്മീൻ ചേർത്ത സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. നിങ്ങൾക്ക് ചെമ്മീൻ ഗ്രേവിയോട് കൂടി തന്നെ വേണമെങ്കിൽ ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. ഈ സമയത്ത് തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് ഗ്രേവി വറ്റിച്ചോ എങ്ങനെയായാലും എടുക്കാവുന്നതാണ്. ഞാനിന്നിവിടെ കുറച്ച് ഗ്രേവി വറ്റിച്ച് റോസ്റ്റ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്രേവി വറ്റി നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. താങ്ക്